ഇന്നത്തെ വീഡിയോയിലെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നൊരു കാര്യം, നിങ്ങൾ എൻ്റെ പ്രായമുള്ളവർ, അതേപോലെ ഷുഗറുമായിട്ട്, അതായത് പ്രമേഹവുമായിട്ട് മുന്നോട്ട് പോകുന്ന ആളുകൾ, അത് എത്ര പ്രായമുള്ളവരായാലും വേണ്ടില്ല, അവർക്ക് എന്നോട് ഒരു ഡോക്ടർ പറഞ്ഞു തന്നിട്ടുള്ള വളരെ എളുപ്പം ചെയ്യാൻ കഴിയുന്ന ഒരു 2 എക്സസൈസാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഏകദേശം ഒരു 10 വർഷത്തിൻ്റെ മുകളിൽ പ്രമേഹം, അത് ഷുഗർ ഉള്ള ഒരാളാണ് ഞാൻ. അന്ന് എന്നോട് ഒരു ഡോക്ടർ പറഞ്ഞത്, തീർച്ചയായിട്ടും നീ നടക്കണം. അപ്പോൾ നടക്കണം എന്ന് പറഞ്ഞപ്പോൾ, ഞാൻ ജോലി ചെയ്യുന്ന കമ്പനിയിൽ 10 ഏക്കറിൽ കൂടുതൽ സ്ഥലമുള്ള ഒരു കമ്പനി, അതിൻ്റെ ഒരു തലക്കെന്ന് ഞാൻ നടക്കാൻ തുടങ്ങിയാൽ തിരിച്ചെത്തുമ്പോൾ ഏകദേശം അരമണിക്കൂർ ആയിത്തീരും. അപ്പോൾ ആരോടും പറയേണ്ട കാര്യമില്ല, കമ്പനീനല്ലേ, അത് സെക്യൂർ, അങ്ങോട്ട് പോകണം അത്രേ ഉള്ളൂ. എന്നിട്ട് ഞാൻ പറയും, ഞാൻ നടക്കണില്ല എന്നാണോ നമ്മൾ പറയണത്? എൻ്റെ ജോലി നടക്കൽ തന്നെയാണ്. കാരണം ഞാൻ ഒരു ഫോർമാനായിട്ട് ജോലി ചെയ്യാണ്. 400 പണിക്കാരുണ്ട്. അതിൽ എത്രണ്ണം മുങ്ങി, എത്രണ്ണം അവിടെ തന്നെ ഉണ്ട്, എത്രണ്ണം നിൽക്കുന്നുണ്ട്, ഇതൊക്കെ നോക്കണ പണിയാണ്. അപ്പം നടന്ന് കണ്ടമാനം പ്ലാന്റുകളാണ്, ഓരോ സാധനങ്ങൾ ഉണ്ടാക്കണേ. അപ്പോൾ എന്നിട്ടും ഞാൻ പറഞ്ഞു, ഇത്രയും നടന്നാൽ പോരേന്ന് ചോദിച്ചപ്പം എന്നോട് പറഞ്ഞ്, അത് നിൻ്റെ ജോലിയുമായി ബന്ധപ്പെട്ടുള്ള നടത്തല്ലേ, ഒരു കാര്യം ചെയ്യും, നിനക്ക് ഞാൻ 2 എക്സസൈസ് പറഞ്ഞുതരാം, അത് നീ ചെയ്യാൻ മറക്കരുത്. അതായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ നിൻ്റെ കാലിൻ്റെ അടിയിലെ തോലും കേട് വരില്ല, നിനക്ക് മുറിയും വരില്ല, നീ ഷുഗർ ഉണ്ടെന്ന് കരുതിയിട്ട് പേടിക്കും വേണ്ട. അപ്പോൾ ആ എക്സസൈസാണ് ഞാൻ നിങ്ങൾക്ക് ഇതിൽ കാണിച്ചു തരുന്നത്. അത് പ്രധാനമായിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബ്ലഡ് കാലുമ്മൽക്ക് പമ്പ് ചെയ്യുക, അതാണ്. അതിപ്പോൾ നിങ്ങളത് ശ്രദ്ധിച്ച് കാണുക. ബ്ലഡ് കൈമ്മൽക്ക്, അതേപോലെ തലച്ചോറിൽക്ക് ഒക്കെ പാസ് ചെയ്യുന്ന ഒരു 2 എക്സസൈസ് ആർക്കും ചെയ്യാം, അതാണ്. അല്ലാതെ കുറേ കിടന്ന് ഉണ്ടമറിയുക, പിന്നെ കുറേ കാലം അങ്ങോട്ട് ചാടിക്കുക ഇങ്ങോട്ട്, അതൊന്നുമില്ല. ഇരിക്കണോടത്തിരിക്കുക. ഓഫീസിലാണെങ്കിൽ അവിടെ ഇരിക്കുക, അവിടെ ഇരുന്നിട്ട് ചെയ്യുക. വീട്ടിലാണെങ്കിൽ മക്കളായിട്ട് വർത്തമാനം പറയും ചെയ്യുക, ഞാൻ ഈ പറഞ്ഞ എക്സസൈസും ചെയ്യാം. അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ ശരിക്കും കാണുക. കണ്ടിട്ട് എനിക്ക് കുറേ സബ്സ്ക്രൈബ്, അതല്ല, അത് നിങ്ങൾ പ്രായോഗികമാക്കുക. ഷുഗർ ഉള്ളവരും, ഇനിയിപ്പോൾ കുറച്ച് പ്രായം, എന്നെപ്പോലത്തെ ചെറുപ്പക്കാരായാലും മതി. ഞാനിപ്പോൾ അത്ര പ്രായമുണ്ടെന്ന് പറഞ്ഞാലൊന്നും നടക്കില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം മരണം 70ൻ്റെ മേലൊക്കെ ഉള്ളവർക്കാണ് ആയസ്. ഇപ്പം നമ്മുടെ കേരള സർക്കാർ പറഞ്ഞിരിക്കുന്നത് 70 വയസ്സിന് മേലുള്ളവരാണ് ഇപ്പം മരിച്ചു പോയതിനുള്ള ആരോഗ്യ സ്ഥിതിവിവര കണക്ക് പ്രകാരം 70 വയസ്സായി കഴിയണം. അപ്പം അതിനുണ്ട് ഒരുപാട് സമയം. അപ്പം ഞാനും ചെറുപ്പക്കാരൻ തന്നെ, എല്ലാമെന്നൊന്നും ഇപ്പോൾ നിങ്ങൾ പറഞ്ഞാലും ഞാൻ സമ്മതിക്കില്ല. എങ്കിലും എന്നെ പോലത്തെ ചെറുപ്പക്കാർക്കും ചെയ്യാൻ പറ്റിയ ഈ എക്സസൈസ് നിങ്ങൾ നേരിട്ട് കാണുക. കണ്ടിട്ട് വിലയിരുത്തിയിട്ട് അഭിപ്രായം പറയാം, ഡോക്ടർ പറഞ്ഞത് ശരിയാണോ അല്ലേ എന്ന്. ഇതിലിടയ്ക്ക് നിങ്ങളോട് എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഡോക്ടർ ഞാൻ ഈ ഷുഗർ ഫസ്റ്റിൽ കണ്ടുപിടിച്ചത് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലഡ് ചെക്ക് ചെയ്തു. അപ്പോൾ ആ ഡോക്ടർ എന്നോട് പറഞ്ഞു, നിനക്ക് പ്രമേഹ രോഗത്തിൻ്റെ തുടക്കം തന്നെയാണ്. അപ്പം നമ്മളാണെങ്കിൽ ഈ വല്ലാത്തൊരവസ്ഥയിലാണ്. ആ അവസ്ഥ പറഞ്ഞാൽ ഞാനിപ്പോൾ പറഞ്ഞില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയിലായിരുന്നു ഞാൻ. കാരണം ഇതിൻ്റെ കേട്ടാൽ പിന്നെ അങ്ങനെയാണ്. അതിപ്പോൾ ആ അവസ്ഥ വിവരിക്കാൻ പറ്റില്ല, കാരണം മക്കളൊക്കെ വീഡിയോ കാണുന്നതുകൊണ്ട് അവസ്ഥ അങ്ങോട്ട് വിവരിച്ച് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡോക്ടർ ഗുളിക എഴുതി കൊണ്ട് പറഞ്ഞാൽ എന്താ പറയുക, ലൈഫ് ടൈം ഗുളിക. 1, ഷുഗർ മാറാനല്ല ഈ ഗുളിക, നിൻ്റെ കിഡ്നി, നിൻ്റെ അവയവങ്ങൾ 10 കൊല്ലം മര്യാദക്ക് ഓടുന്നത് സമയത്ത് ഈ പ്രമേഹം കൊണ്ട് വരുന്ന അസുഖം കാരണം നിൻ്റെ കിഡ്നിയും സാധനങ്ങളൊക്കെ നശിച്ചു പോകാതിരിക്കാൻ വേണ്ടി ഞാൻ നിൻ്റെ ആന്തരിക അവയവങ്ങൾ 10 കൊല്ലം എന്നുള്ളത് 20 കൊല്ലമാക്കി തരാം.
അതിനാണ് ഞാൻ ഈ ഗുളിക തരുന്നത്. അപ്പോൾ അതെല്ലാവരും മനസ്സിലാക്കിക്കോളി. പ്രമേഹം മാറില്ല. നിയന്ത്രിച്ച് മുന്നോട്ട് പോവുക. നമ്മൾ പണ്ടാരോ പറഞ്ഞ മാതിരി കാരണന്മാരൊന്നും ഉണ്ടാക്കിയിട്ടില്ലെങ്കിലും നമുക്കൊക്കെ തന്നതൊക്കെ നല്ല സാധനങ്ങളായതുകൊണ്ട് ഓർമ്മ എല്ലാ കാലത്തും ഉണ്ടാവും. ഇത്രയും പറഞ്ഞിട്ട് നിങ്ങളെൻ്റെ ആ എക്സസൈസ് ഒന്ന് കണ്ടിട്ട് നിങ്ങൾ വിലയിരുത്തിയതിന് ശേഷം ഇത് ശരിയാണോ അല്ലേന്ന് എന്നോട് ആ ഡോക്ടർ പറഞ്ഞത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നാണ്. ഞാൻ ഡോക്ടറല്ല. ഇനി ഞാൻ പോയിട്ട് MBBS മറ്റോ BS ഒക്കെ പഠിച്ച് വന്നിട്ട് നിങ്ങളോട് പറഞ്ഞു തരാൻ നടക്കുന്ന കാര്യമല്ല. അപ്പോൾ എനിക്കൊരു ഡോക്ടർ പറഞ്ഞു തന്നത് ഇന്നതാണ്. അത് ചെയ്തു 10-12 കൊല്ലത്തോളം എനിക്ക് ഒരു സൈഡ് എഫക്റ്റും ഷുഗറുമായി ബന്ധപ്പെട്ടിട്ട് വന്നിട്ടില്ല. വരാതിരിക്കട്ടെ. എന്നെപ്പോലെ തന്നെ ഷുഗറുള്ള നിങ്ങളും ഇങ്ങനെ ആവണം, എൻ്റെ പ്രായക്കാരും ഇങ്ങനെ ആവണം. ഇതൊരു അഭിപ്രായം എനിക്കുണ്ടാവില്ലേ? അതാണല്ലോ മനുഷ്യന്. അതല്ലെങ്കിൽ പിന്നെ സോർത്തന്നല്ലേ അതിന് പറയുക. സോർത്തൻ എന്ന് പറഞ്ഞിട്ടൊന്നും ജീവിക്കാൻ പറ്റില്ല. ഒരു ഗുണം ഞമ്മക്ക് കിട്ടിയാൽ 10 ആൾക്കാർ സഹിക്കുക, ഒരു നഷ്ടം ഞമ്മക്ക് വന്നാൽ നമ്മൾ സ്വന്തം സഹിക്കുക. അത്രേ ഉള്ളൂ. എല്ലാവരോടും ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. കണ്ടു തന്നിട്ട് വീട്ടിൽ മക്കളാണെങ്കിൽ പറയപ്പാനോട് നിങ്ങൾ അവിടെ ഇരുന്നോട് അയാൾ കാണിച്ച മാതിരി ആ കാലും കൈയൊക്കെ ഒന്നിങ്ങനെ ഇളക്കി നോക്കി എന്താ ഇപ്പോൾ അയാൾ പറഞ്ഞ് തെറ്റെന്നുള്ളത് നിങ്ങളങ്ങോട്ട് പറഞ്ഞു കൊടുക്കുക മക്കൾ മനസ്സിലാണെങ്കിൽ മക്കൾക്കാണ് പ്രമേഹം എന്നുണ്ടെങ്കിൽ ഇടാ വെറുതെ എങ്ങനെ ഇരിക്കല്ല, ഉറങ്ങി തൂങ്ങല്ല, അയാൾ പറഞ്ഞ മാതിരി ചെയ്യി. അയാളോടൊരു ഡോക്ടർ പറഞ്ഞതല്ല, അയാൾ ഡോക്ടറായിട്ടൊന്നുമല്ല. ഇനി എൻ്റെ നേരൊക്കെ എല്ലാവരും കൂടി ഡോക്ടറാണെന്ന് പറഞ്ഞ് വരരുതിട്ടാ. ഞാൻ ഡോക്ടറല്ല. എന്നോട് ഈ അസുഖത്തിന് ഒരു ചികിത്സ എന്ന നിലക്ക് പറഞ്ഞു തന്ന എക്സസൈസ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരണം എന്ന് കരുതിയിട്ട് ഞാൻ വലിയ വീട്ടുമാഷോ ഒന്നും അതുമല്ല. അതും ഞാൻ പറഞ്ഞുതരാം. മനസ്സിലാകണ്ടല്ലോ. അതുകൊണ്ട് എല്ലാവരും കണ്ടു നോക്കി അഭിപ്രായം പറയുക കേട്ടോ. നമ്മളെ ഇരിക്കണ കസേരയിലിരുന്നിട്ട് ഈ കാലിൻ്റെ മടമ്പ് വെറുതെ ഇങ്ങനെ താഴ്ത്തുക പൊന്തിക്കുക. ഇത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാവുമ്പം ഞാൻ ഒരുപാട് ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. കാരണം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും കാട്ടിയിട്ട് കാര്യമില്ലല്ലോ. നേരെ മറിച്ച് നിങ്ങൾ സാധാരണ ഇരിക്കണ മാതിരി ഇരുന്നിട്ട് കണ്ടോ ആ കാലിങ്ങനെ ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ എന്താ വെച്ചാൽ മുട്ടിൻ്റെ താഴേക്ക് ബ്ലഡിൻ്റെ സർക്കുലേഷൻ നന്നായിട്ട് നടക്കും. ബ്ലഡ് പമ്പ് ചെയ്യുക എന്നാണ് അന്ന് എന്നോട് ആ ഡോക്ടർ പറഞ്ഞത്. അടിയിലേക്ക് കാലിൻ്റെ അടിയിൽ എല്ലായിടത്തേക്കും എത്താൻ നമ്മളാ ഈ ഞരമ്പ് ഇങ്ങനെ ക്ഷയിച്ച് പോകുമ്പോഴാണത്രേ ഈ മുറിവുകളും കാര്യങ്ങളൊക്കെ വരുന്നതൊക്കെ പറഞ്ഞവർ. അതാ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? എത്ര വയസ്സുള്ളവർക്കും ചെയ്തുകൂടെ? ഇതിങ്ങനെ ചെയ്യാൻ ഇതിന് വരെ പൈസ ചിലവുണ്ടാകും. അതുമില്ല. അവനാൻ്റെ വീട്ടിലെ കസേര, അവനാലിരിക്കണം ഓഫീസിലെ കസേര, ഇനി കിച്ചണിലാണെങ്കിൽ അവിടെ ഉണ്ടാവില്ല സ്റ്റൂള്, അതിലിരിക്കണം. അപ്പോൾ ഇങ്ങനെ ചെയ്യാനാണ് എന്നോടൊരു ഡോക്ടർ പറഞ്ഞത്. ഇതാണ് ഞാൻ നിങ്ങളോടും ചെയ്യാൻ പറയണത്. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഇതിന് ECG എടുത്ത് നോക്കൊന്നും വേണ്ട, വളരെ സ്ലോ അല്ല. അതാണ് ഡോക്ടർ. ആ കൈ കണ്ടില്ല നിങ്ങൾ? ആ കൈ ഇങ്ങനെ മറ്റേ പൂട്ടുക തുറക്കുക അത് തന്നെ. ആ ഡോക്ടർ പൂട്ടുക തുറക്കുക അങ്ങനെ തന്നെ. അതാ 5 വിരലും നിർത്തി വെക്കുക, 5 വിരൽ. പിന്നെ നമ്മളിങ്ങനെ ഭയങ്കര സാഹിത്യമായിട്ടൊന്നും ഇപ്പോൾ ഇത് പറഞ്ഞു തരാനൊന്നും പറ്റില്ല. കാരണം അത് അങ്ങനെയൊക്കെ പറയേണ്ടതെന്ന് പറഞ്ഞാൽ സ്റ്റെതസ്കോപ്പും കാര്യങ്ങളൊക്കെ ഉള്ളവർക്കുള്ളതാണ്. നമുക്കതൊന്നും പറ്റില്ല. നമുക്ക് അവർ പറഞ്ഞു തന്ന കാര്യം തിരക്കിടില്ലാന്ന് തോന്നി, ചെയ്യാൻ ബുദ്ധിമുട്ടില്ലാന്ന് തോന്നി, ഒരു ദ്രോഹമുള്ള അസുഖം കാര്യമല്ല. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരികയാണ്. ഇതേപോലെയാണ് ചെയ്യണത്. ഞാൻ കഴിഞ്ഞ 10 കൊല്ലം ആയിട്ട് ഒരു ദിവസം ഒരു 2 പ്രാവശ്യമെങ്കിലും അതേമാതിരി എവിടെയെങ്കിലും ഇരിക്കുന്ന സമയത്ത് അല്ലാതെ ഇതിനായിട്ടൊരു സമയം ഞാൻ കാണലില്ല. അതാദ്യമേ പറഞ്ഞുതരാം. അതാണ്ടൊക്കെ ഈ ഇങ്ങനെ കയ്യിൻ്റെ ആ വിരലുകൾ മുഴുവൻ പൊന്തണമെങ്കിൽ ബ്ലഡ് അവിടെ എത്തണ്ടേ? അവിടെ എത്തിയാൽ മാത്രമേ മൂപ്പര് പൊന്തുള്ളൂ. അല്ലാതൊന്നും ആ കൈയൊന്നും വിരലൊന്നും പൊന്തും നിങ്ങൾ വിചാരിക്കണ്ട. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഞരമ്പിനകത്തൊന്നും ഒരു പ്രശ്നമില്ല. ക്ലിയറായിട്ട് നാഡീ ഞരമ്പുകളൊക്കെ വർക്ക് ചെയ്യേണ്ടതെന്നുള്ളതിൻ്റെ അർത്ഥം. അതങ്ങനെ സ്ഥിരം ചെയ്തോട്ടെ. ഇതിപ്പോൾ എത്ര വയസ്സുള്ളവർക്കും ചെയ്തുകൂടെ? ഒരു കസേരയിൽ വന്നിരുന്നാൽ കണ്ടൊക്കെ അപ്പോൾ അതൊക്കെ ചെയ്താൽ മതി. നിങ്ങൾ ഇതിപ്പോൾ ചെയ്യണമല്ലോ എന്നും വിചാരിച്ച് ഓടിക്കളിക്കണ്ട. അപ്പോൾ അതൊക്കെ ചെയ്താൽ മതി. അപ്പോൾ അത്രയും നമ്മളെ ബ്ലഡിന് എല്ലാ ബ്ലഡിൻ്റെ കുഴലുകളും തുറന്ന് കിട്ടിക്കഴിഞ്ഞാൽ ആയിക്കോട്ടെ ബ്ലഡ് അങ്ങനെ പോക്കും വരവൊക്കെ ആയിക്കോളും. അതുകൊണ്ട് ഇതുപോലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിത് കണ്ടിട്ട് ചെയ്തിട്ട് നിങ്ങൾ വളരെ ഉത്തരവാദിത്തത്തോട് കൂടിയിട്ട് മുന്നോട്ട് പോവുക. ഒരാൾക്കും ബുദ്ധിമുട്ടില്ലാത്ത രൂപത്തിൽ അങ്ങനെ ജീവിച്ച് പോട്ടെ. ഓക്കെ.